എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ആയിട്ടാണ്. ഒരു കണിയാപുരത്ത് നടന്ന ഒരു സംഭവവും നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും പോളാണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം. ഇതാ നിൽക്കുന്ന മോൻ്റെ പേരെന്താടാ? അഭിനന്ദ്. അഭിനന്ദ് അവൻ വന്ന് സൈക്കിളോടെ, മോൻ സൈക്കിളോടെ. ഇതാ അവൻ ഈ സൈക്കിളിൽ വന്ന് വന്നപ്പോഴിതാ ഈ ബൈക്ക് വന്ന ആള് ഈ പുള്ളി ഈ കണിയാർത്തുള്ളയാണ്. ബൈക്കിൽ ജസ്റ്റ് തട്ടി, അതിൻ്റെ പേരിൽ അവൻ്റെ ചെവിക്കല്ല് അടിച്ച് പൊട്ടിച്ച്. ഞാൻ എന്താ അപ്പുറത്തെ കടയിൽ നിൽക്കുകയായിരുന്നു. കടയിൽ നിന്ന് ഈ സൗണ്ട് കേട്ടോണ്ട് ഓടി വന്നത്. ഇപ്പോഴ് സംസാരിച്ച് ക്ലിയറായി കൂടെ അവൻ ഗുണ്ടാശം കാണിക്കുന്നു. ഈ പുള്ളി ഇനി മാറി സംസാരിക്ക്. ആവേശം പോയി തിളക്ക്. അല്ല, ആവേശം ഒന്ന് തിളച്ചാണ്, ഒന്ന് തിള. ഇത്രയേരം എങ്ങനെ അല്ലായിരുന്നല്ലോ. ചീത്തവിളി നോട്ട് അല്ല, വിളി. എന്താണ് ചെയ്തത്? എവന്റെ കവാലത്തെ അടിക്കാൻ നിങ്ങൾക്ക് എന്താണ് കാര്യം? ചുമ്മാരി എവന്റെ കവാലത്തെ അടിക്കാൻ എന്താണ് കാര്യം? എവന്റെ സൈക്കിൾ നിങ്ങൾ ബൈക്കിൽ തട്ടിയാ നിങ്ങൾക്ക് ആ നിയമപരം നോക്കാം, അല്ലെങ്കിൽ വഴക്ക് പറയാം. എന്തിനാ അവരുടെ കവാല കുറ്റിയിൽ അടിച്ച്? നിങ്ങൾ ഇവിടുത്തെ ആരാണ്? ചൈൽഡ് ആക്ട് അറിയാമോ? ഏത് എന്ത് ഇപ്പൊ സമാധാനത്തിൽ പറഞ്ഞത്? ഈ മൊബൈൽ ഓൺ ചെയ്തോണ്ടാ? ഒന്ന് അല്ല, സംസ്കാരം മാറ്റിക്കാണ്, സംസാരിക്കുന്നത് മാറ്റിക്കാണ്. ഒന്ന് മാറ്റ്. എന്തിനാ അവൻ അടിച്ചത്? എന്തിനാ അവന്റെ കവാലത്തി അടിച്ചത്? എന്തിനാ അടിച്ചത്? മോനെ, നിനക്ക് നൊന്താ? എത്രത്തോളം നൊന്ത്? നല്ല വേനുണ്ടായിരുന്നല്ലോ. എങ്ങനെ? ഞാൻ ആ കടക്കകത്താ നിക്കണത്. അവിടെ വരെ സൗണ്ട് ആയിട്ട് ഇവിടെ നിക്കണ അണ്ണാ. എവിടാ? അപ്പൊ നിങ്ങൾ ചെയ്ത നന്മയാണോ? ഞാൻ നന്മയെന്ന് പറഞ്ഞ കാര്യം അപ്പുറത്തുള്ള ദേശം നീ എല്ലാം ചെയ്യും. അപ്പോഴുള്ള എന്നെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ട് കൊണ്ടുവന്ന് ഇടിച്ച് ആ ദേശം കൊണ്ടുവന്ന് എന്നെ ബുദ്ധിമുട്ട് സഹോദരൻ, ഞാൻ കാണട്ടെ. അപ്പുറത്തെ ദേശത്തെ കുത്തിക്കൊല്ലണത്. ഇവിടെ നിയമം വെറുതെ വിടൂല ആരെയും. അപ്പുറത്തെ ദേശീയം എന്റെ കൊച്ചാപ്പാട മോനെ, മാമാടെ മോനെ അല്ല. ഒരു കുഞ്ഞിനെ ഒരാളെ പോലും കയ്യേറ്റം ചെയ്യാൻ ഇവിടെ നിയമം ഇല്ല. നിങ്ങൾ തിന്നമിടക്ക കാണിക്കണത്. നിങ്ങൾ കണിയാപുരത്തുള്ളതുകൊണ്ടും നിങ്ങൾ വലിയ സീനിയർ ആയതുകൊണ്ടും നിങ്ങൾ സംസാരം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അവന്റെ വീട്ടുകാരുമായിട്ട് അല്ല, അത് അവന്റെ വീട്ടുകാരുമായിട്ട് ഇല്ല. ചാവിയൊക്കെ തരും. ഇല്ല, അവന്റെ വീട്ടുകാർ വന്നിട്ട് അത് പിന്നെ അവിടെ നിന്ന് സംസാരിച്ച് അവിടെ അതെങ്ങനെ അവന്റെ വീട്ടുകാരുമായിട്ട് അവൻ അടിച്ചു. ഇല്ലല്ല, വണ്ടി കൊടുക്കൂല. ലൈവാണ്, ഫേസ്ബുക്ക് ലൈവാണ്. അവിടെ നിന്നോ? അവിടെ നീ ആയിട്ട് എന്താ ബന്ധം? അവന്റെ വീട്ടുകാരുമായിട്ട് വന്നിട്ടേ വിടണോളൂ. നീയോട്ട് എന്തൊരു ബന്ധം? നീ ചോദിക്കും എന്താണ്? നീ അറിയിക്കണല്ല. അവന്റെ വീട്ടുകാര് വന്നിട്ട് ഈ ബൈക്കെല്ലാം തട്ടിയാവല് അതിന്റെ പേരിൽ അടിച്ചത്. അടിക്കോ? എന്നിട്ട് അതിനടിക്കണോ? സുഖം കിട്ടുമ്പോ അതിനടിക്കണോ? സുഖം തിരിച്ചു കൊടുത്ത് തന്നല്ല. എനിക്ക് അടിക്കാൻ നിയമമുണ്ടാ? സൈക്കിൾ ലൈസൻസ് സൈക്കിളിന്റെ മറ്റേ നീ താക്കോല് പിടിച്ചോണ്ട് ഹലോ മാ ചുമ്മാ ഇരിക്കും. കൊച്ചുപയനെ അടിച്ചൂടാ. അത് നിയമമുണ്ട്. അങ്ങനെ അടിച്ചതാണ് കവാലത്തിൽ. നിങ്ങൾ കാര്യമാണ് സംസാരിക്കും. സൈക്കിൾ തട്ടിയതിന്റെ പേരിൽ അവന്റെ കവാലത്തിൽ അടിച്ചു കൊടുത്ത്. അത് നമ്മൾ ചോദിച്ചോളൂ. വിട്ടുവീഴ്ച അങ്ങനെ അല്ലല്ലോ. നിങ്ങളെ ചെറുപിള്ളേർ നിങ്ങൾ സഹിക്കോ? എന്റെ ആരുമല്ല അവരൊന്നും കണ്ടിട്ട് സഹിച്ചില്ല.
ഷെബിനെ ഒന്ന് ആലോചിച്ച് നോക്കടാ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് കാണുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ഞാൻ ഉൾപ്പെടെ ഉള്ള കുറച്ച് ആളുകളെങ്കിലും ഈ സൈക്കിൾ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ സൈക്കിളിൽ പോകുന്ന ഞങ്ങളെ പോലുള്ളവരെ കാണുമ്പോഴത്തേക്ക് ചില മാന്യന്മാർക്ക് ഈ നേരത്തെ ആ വീഡിയോയ്ക്കകത്ത് കണ്ടില്ലേ, അതേപോലുള്ള മാന്യന്മാർക്ക് ഇച്ചിരി കടി കൂടുതലാണ് ഉള്ളത് പറയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവന്മാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ഇടുന്നത്. അപ്പോൾ ആ ചേട്ടൻ, ആ വീഡിയോയ്ക്കകത്ത് കാണുന്ന ആ ചേട്ടൻ പറഞ്ഞ കാര്യം എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ അതിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്, അതെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ ആണെങ്കിലും പോളാണെങ്കിലും പോസ്റ്റാണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരുൺ സമൻ ഫ്രം നേർക്കാഴ്ച.